ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോയുടെ പുതിയൊരു മാർക്കറ്റ് അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു നമ്മൾ ബിറ്റ്കോയിനിൽ ഇവിടെ ഒരു ബൈയിങ് എൻട്രി എടുത്തിട്ടുണ്ട്. അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ഇത് പ്രോഫിറ്റ് ആകത്തുള്ളൂ എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ചാർട്ട് നോക്കിയാൽ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. കൃത്യമായിട്ട് നമുക്കത് SL ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഓൾറെഡി നമ്മുടെ ഈ ഒരു ബേസ് സോണിൽ മാർക്കറ്റ് ഓൾറെഡി 2 തവണ ടാപ്പ് ചെയ്തു. 3 തവണ ഈ ഒരു മൂവ്മെൻറ്റ് തന്നപ്പോഴത്തേക്ക് ഓൾറെഡി നമുക്ക് ഏകദേശം ഇത് SL ആവും എന്നുള്ള ക്ലാരിറ്റി ഓൾറെഡി കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമാണ് നമ്മൾ കയറിയത്. നമ്മൾ എടുക്കുന്ന റിസ്കിൻ്റെ 10 റിസ്ക് മാത്രമാണ് ഓൾറെഡി ഇവിടെ കയറിയിരുന്നത്. മാർക്കറ്റ് അഗ്രസീവായിട്ട് ഓൾറെഡി എന്ത് ചെയ്തു, നമ്മുടെ SL ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തേക്ക് പോയിട്ടുണ്ട്. ഓൾറെഡി നമ്മളിത് എക്സ്പെക്ട് ചെയ്തൊരു ലോസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഓൾറെഡി നമ്മുടെ വ്യൂ ബെയറിഷ് സിനാരിയോ തന്നെയാണ്. നിങ്ങളവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. നമ്മൾ 1 hour ടൈം ഫ്രെയിമിൽ ചാർട്ട് നോക്കി കാണാൻ സാധിക്കും. മാർക്കറ്റ് ഇവിടുന്ന് കറക്റ്റീവ് ഫേസിലാണ് ഓൾറെഡി മാർക്കറ്റ് മുകളിലേക്ക് പോയിരുന്നത്. എക്സാക്റ്റ് ഈ ഒരു 4 hour സപ്ലൈ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. നമ്മുടെ ഈ 1 hour സോണിൽ നിന്ന് മാർക്കറ്റ് എക്സാക്റ്റ് എവിടെ വരെ പോയിട്ടുണ്ട്, എക്സാക്റ്റ് 4 hour സപ്ലൈ വരെ പോയി. ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഓൾറെഡി റിയാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വ്യൂ സ്റ്റിൽ ഇവിടെ സ്ട്രോങ് 4 hour സപ്ലൈ സോൺ തന്നെയാണ്. നമ്മുടെ വ്യൂ ബെയറിഷ് ആണ്. ഇനി മാർക്കറ്റ് വിടാൻ പോകുന്ന സിനാരിയോ മാർക്കറ്റ് ഈ 1 hour ഡിമാൻഡ് ബ്രേക്ക് ചെയ്യും എന്നുള്ളത് തന്നെയാണ് മാർക്കറ്റ് എക്സാക്റ്റ് എന്ത് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതിനും ബുള്ളിഷ് ഉള്ള ട്രേഡ് നോക്കണ്ട. ഇവിടെ നിങ്ങൾക്ക് കാണാൻ തന്നെ സാധിക്കും. ഇവിടെ മാർക്കറ്റ് കറക്റ്റീവ് ഫേസിലും ഇവിടെ നോക്കി ഇവിടെ ഇമ്പൾസീവ് ഫേസിലുമാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സാക്റ്റ് ഈ ഒരു സോൺ മാർക്കറ്റ് എന്തായാലും ബ്രേക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിനി ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് എക്സാക്റ്റ് ഓൾറെഡി നമുക്ക് നിലവിൽ ഇപ്പോൾ ട്രേഡ് പ്ലാനൊന്നും ഇല്ല. ഓൾറെഡി മാർക്കറ്റിൻ്റെ ഈ ഒരു ഫേസ് ഒരു പുൾ ബാക്ക് എക്സാക്റ്റ് നല്ലൊരു പുൾ ബാക്ക് കിട്ടുമ്പോൾ നമ്മൾ അവിടെ നിന്നായിരിക്കും മാർക്കറ്റ് താഴത്തേക്ക് ഒരു എൻട്രി നോക്കുന്നത്. സ്റ്റിൽ നമ്മൾ വെയിറ്റിങ്ങിലാണ്. മാർക്കറ്റ് ഈ ഒരു കൺസോൾട്ടേഷൻ നമ്മൾ ഓൾറെഡി വെയിറ്റിംഗ് ആണ്. നമുക്ക് എക്സാക്റ്റ് എവിടെയാണ് ഒരു എൻട്രി പോയിന്റ് സോർട്ട് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. അപ്പോൾ എക്സാക്റ്റ് നമ്മൾ ഇപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്ന ലിക്വിഡിറ്റി ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു സോണിന് മുകളിൽ നമുക്ക് കിട്ടണം. ഏകദേശം ഒരു 64,000 റേഞ്ചിലേക്ക് കിട്ടിയാൽ നമുക്കൊരു ബെറ്റർ എൻട്രി ആയിരിക്കും. അത് നമ്മൾ ഷോർട്ടായിരിക്കും നോക്കുന്നത്. ആ റേഞ്ചിൽ കിട്ടിയാൽ നമ്മൾ ബെറ്റർ എൻട്രി പ്ലാൻ ചെയ്യുന്നതാണ്. അതല്ല ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് റിയാക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ആണെങ്കിൽ നല്ലൊരു എൻട്രി സോൺ നോക്കി ലിക്വിഡിറ്റി ബേസ് ചെയ്ത് നമ്മൾ എൻട്രി സോൺ നോക്കി താഴത്തേക്ക് ഒരു ട്രേഡ് നോക്കുന്നതാണ്. നമ്മൾ ഇനിയിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് 49,000 റേഞ്ചിലേക്ക് തന്നെയാണ് മാർക്കറ്റ് ഫോൾ ആകുന്നത്. 49,000 റേഞ്ചിലേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിലവിൽ നമ്മുടെ വ്യൂ സ്റ്റിൽ ബെയറിഷ് ആണ്. നിലവിൽ നമുക്ക് ഒരു SL സംഭവിച്ചതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഓൾറെഡി നമുക്ക് നമ്മൾ ഓൾറെഡി ഇന്നലത്തെ ലൈവിലോട് നിങ്ങളടുത്ത് ഓൾറെഡി ഇത് റണ്ണിങ്ങുള്ളപ്പോൾ തന്നെ പറഞ്ഞതാണ്. നമ്മളിവിടെ ചെറിയ റിസ്ക് മാത്രമാണ് എടുത്തത്. നമുക്ക് ഓൾറെഡി കൺഫർമേഷൻ കൊണ്ട് മാർക്കറ്റ് ഇവിടുന്ന് എക്സാക്റ്റ് മൂവ് ചെയ്യണമായിരുന്നെങ്കിൽ ഫസ്റ്റ് ടാപ്പിങ്ങിലോ സെക്കൻഡ് ടാപ്പിങ്ങിലോ മൂവ് ചെയ്യണമായിരുന്നു. മാർക്കറ്റ് സെക്കൻഡ് ടാപ്പിങ്ങിലും ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തതിന് ശേഷം വീണ്ടും താഴത്തേക്ക് വരികയാണ് ചെയ്തത്. വേണമെങ്കിൽ നമുക്ക് ബ്രേക്കിങ്ങിൽ ഇറങ്ങാമായിരുന്നു. പക്ഷേ നമ്മുടെ സിനാരിയോ മാർക്കറ്റിൽ ഒന്നെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ എന്നുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിൽ വെയിറ്റ് ചെയ്തു. ഈ ഒരു SL ചെറിയ SL മീൻസ് ചെറിയ SL ആണ് നമുക്കിവിടെ വന്നത്. ഈ ഒരു ചെറിയ SL നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ട്രേഡിങ്ങിന് പ്ലാനൊന്നുമില്ല. ഓൾറെഡി നമ്മൾ ട്രേഡ്സ് ഒന്നും ഇപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ട്രേഡ്സും റണ്ണല്ല. നിലവിൽ പ്ലാൻസുകളൊന്നും തന്നെ ഇല്ല. മാർക്കറ്റ് എക്സാക്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മളോട് അപ്ഡേറ്റ് ചെയ്തു. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ ഒരു ട്രേഡ് ലോസ് ആവും എന്ന് നമുക്ക് ഓൾറെഡി വ്യൂ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ സൊലാനോയിൽ ഒരു ട്രേഡ് ബെയറിഷ് സൈഡിലേക്ക് ഒരു ട്രേഡ് എടുത്തിരുന്നു. ഏകദേശം ഒരു 1,500 ക്വാണ്ടിറ്റി, ഏകദേശം 1,500 ക്വാണ്ടിറ്റി നമ്മൾ ഏകദേശം 6,000 ഇന്ന് ഉച്ചയ്ക്ക് 68 റേഞ്ചിലേക്ക് വന്നപ്പോൾ ഏകദേശം $6,000 നമ്മൾ ഓൾറെഡി പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഓൾറെഡി അത് നമുക്ക് ടെലഗ്രാം ചാനൽ ബാൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ട്രേഡ്സ് അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മളതിൻ്റെ അപ്ഡേഷൻസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിൽ നമ്മൾ ഈ ഒരു ചെറിയൊരു ലോസ് എനിക്ക് തോന്നുന്നു ഏകദേശം നമുക്ക് $150 അടുത്തേ ഇവിടെ ലോസ് വന്നിട്ടുള്ളൂ. നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി നമ്മൾ ലൈവിൽ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മുടെ വലിയ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നത് ഈ പറയുന്ന പുൾ ബാക്ക് ഈ പുഷിൽ കിട്ടാത്തതുകൊണ്ട് തന്നെ ആ ക്വാണ്ടിറ്റി സൈസ് നമ്മൾ ഓൾറെഡി കുറച്ചു. ചെറിയ ക്വാണ്ടിറ്റി മാത്രം ജസ്റ്റ് ഹോൾഡ് ചെയ്യുകയാണ് ചെയ്തത്. ബട്ട് ഈ ഒരു $150 ലോസ് ആയിരുന്നാലും നമ്മൾ എന്ത് ചെയ്തു, സൊലാനയിൽ ഏകദേശം ഒരു $6,000 പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓൾറെഡി അപ്ഡേഷൻ ഓൾറെഡി വന്നിരിക്കണം. ഇതാണ് നിലവിലെ നമ്മുടെ വ്യൂ. സ്റ്റിൽ നമ്മളിപ്പോൾ ഓൾറെഡി എന്തായാലും ട്രേഡ് എടുക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഇനി എത്തേറിയത്തിലോ അല്ലെങ്കിൽ സൊലാനയിലോ XRPയിലൊക്കെ എൻട്രി ഉണ്ടെങ്കിൽ അത് ഓൾറെഡി നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സ്റ്റിൽ നമുക്ക് എന്തായാലും നോക്കാം. പുതിയൊരു പ്ലാൻ വരുമ്പോഴത്തേക്കോടെ ഞങ്ങൾ എന്തായാലും അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു മാർക്കറ്റ് അനലിസ്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ ഓൾ.